ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഡേ 1 ഇൻ മോണ്ടിനീഗ്രോയിൽ നമ്മൾ ബാക്കി കവർ ചെയ്തൊരു സ്ഥലത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മുടെ ലാസ്റ്റ് പ്ലേസ് ആയിരുന്നു ആ ഡേയിലുള്ള ഡേ 1-ൽ. ബുദ്ധ്വയുടെ അടുത്ത് നമ്മൾ കോട്ടോർ പ്രോപ്പർ സിറ്റി തന്നെ എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ സിറ്റിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും തന്നെ കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് ഓൾഡ് ടൗൺ ഓഫ് കോട്ടോർ. 18-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു ഫേമസ് ആയിട്ടുള്ളൊരു അട്രാക്ഷനാണ് നമ്മുടെ മോണ്ടിനീഗ്രോയിലുള്ള. ബോട്ട് റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഇങ്ങോട്ടായിരുന്നു. കാരണം നമുക്ക് നേരം അങ്ങനെ രാത്രി ആവാത്തതുകൊണ്ട് തന്നെ നമുക്കിതും കൂടി കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ല, എന്നാലും നിങ്ങൾക്ക് മസ്റ്റ് വിസിറ്റ് ഒരു പ്ലേസ് ആണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള എൻട്രൻസ്. മുന്നിൽ തന്നെ വലിയൊരു ലേക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്, നല്ല എന്താ പറയുക, ചുറ്റും മലകളും അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഡോറ്. അപ്പോൾ ഇത് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഡോറാണ്. നമുക്ക് ബ്രിഡ്ജായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. പണ്ടത്തെ കാലത്തെ ആൾക്കാർ നിർമ്മിച്ചതാണ്. ഇതൊരു ക്യാസിൽ പോലെയാണ്. അത് മേളിലിട്ട് ആ മൗണ്ടന് മേളിയിട്ടുണ്ടത്. അകത്തേട്ട് കയറുമ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ആ ഒരു സ്ട്രക്ചറും എല്ലാം അടിപൊളിയായിരുന്നു. ആരായാലും എന്താ പറയുക, ഞങ്ങൾ വേറൊരു ലോകത്തെത്തിയ പോലെയായിരുന്നു. ഇറ്റലിയിലൊക്കെ നമ്മൾ ഈ വീഡിയോസൊക്കെ നമ്മൾ ടി വിയിൽ കാണുന്നുണ്ടല്ലോ, അതുപോലെ എനിക്ക് തോന്നി. ഇവിടെ മോസ്റ്റ് ഓഫ് ദി ബിൽഡിങ്സ് എല്ലാം, പഴയ ബിൽഡിങ്സ് എല്ലാം ഓൾറെഡി വാറൊക്കെ വന്നു നശിച്ചു പോയതായിരിക്കും. എന്നിട്ട് ഇതെല്ലാം ഈ ഗവൺമെൻറ്റെല്ലാം ഏറ്റെടുത്തിട്ട് കുറച്ചും കൂടെ എന്താ പറയുക, മോഡിഫൈ ഒക്കെ ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് അടിപൊളിയാക്കണതാണ്. അപ്പോൾ അകത്തേട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ ഇഷ്ടംപോലെ കഫേ, ഷോപ്സ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ടോപ്പ് ഒരു ഇതുണ്ട്, അവിടെ കയറുവാണെങ്കിൽ നമുക്ക് ടൗൺ ഫുൾ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ഷോപ്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മെനു കണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ എവിടെയും കയറിയില്ല. ഞങ്ങളൊരു ഐസ്ക്രീം മാത്രം കഴിച്ചു. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കാണാൻ ഒരു ഇഷ്ടം പോലെ ടൂറിസ്റ്റ് പാക്കേജുകളുണ്ട്. നമുക്ക് തന്നെ കൺഫ്യൂഷനാവും ഏതെടുക്കണമെന്ന്. പലതും പല റേറ്റാണ് പറയുന്നത്. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ഐസ്ക്രീം. ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ച് നടക്കുമായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു ആ ഈവനിങ്. ഇവിടെ പകൽ സമയത്ത് വലിയ തണുപ്പില്ല, പക്ഷെ രാത്രി വൈകിട്ട് ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്കും തണുപ്പ് തുടങ്ങും. സ്വെറ്റർ ഇട്ട് വേണം നടക്കാനായിട്ട്. ഇതവിടെ കണ്ട വേറൊരു ഷോപ്പാണ്, ലേഡീസ് സ്റ്റോറാണ്. വിത്ത് ബ്രേസ്ലെറ്റ്സ് ആൻഡ് കുറേ ബാംഗിൾസും കാര്യങ്ങളൊക്കെ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. ഞങ്ങൾ ഓർത്തത് എന്തോ പുതിയതാണെന്ന്. ഇതെല്ലാം യൂസ്ഡ് ഐറ്റംസാണ്, ആൻറ്റീക്കാണ്. കുറേ ഗൺസും പിന്നെ കുറേ സോഡും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് എൻജോയ് ചെയ്തു. അത്ര ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും അല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ആ ഒരു ലേഡിയാണ്. ആ ലേഡിയാണ് ഞങ്ങൾക്ക് ഐസ്ക്രീം തന്നത്.